നോക്കാം ഇന്ന് ആദ്യത്തെ സ്കൂപ്പ് ഏതാണെന്ന്. പോർട്ട്ഫോളിയോ ഓഫ് രാഹുൽ ഗാന്ധി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണ്. നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കാം. അത് മ്യൂച്വൽ ഫണ്ട്, ബോണ്ട് അതെല്ലാം പറയുന്നുണ്ട്. മറ്റൊന്ന് ഇൻക്രീസിങ് കാപ്പെക്സ് പ്രൊപ്പല്ലിംഗ് ഗ്രോത്ത്. അത് BJPയുടെ തന്നെ പോസ്റ്റാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലുണ്ടായിരിക്കുന്ന വർധന 1.88 ലക്ഷം കോടിയിൽ നിന്ന് 433% വർധനയാണ് 2014 നിന്ന് 2025 നീങ്ങുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. 11 ലക്ഷം കോടിയിലേക്കുള്ള വർധന. അപ്പോൾ ഈ വളർച്ചയെക്കുറിച്ച് പറയുന്നത് അവകാശവാദം അല്ലെങ്കിൽ പൊള്ളയായ തള്ളലാണ് എന്നൊക്കെ പറയുന്നവർക്കുള്ള മറുപടിയാണ് കൃത്യമായ കണക്ക്. അടുത്ത് നോക്കാം. എലോൺ മസ്ക്. The rabbit hole. Some of the most successful people, ശ്രദ്ധിക്കണം, in the United States are from minority groups. നോക്കൂ വീണ. ഇന്ത്യൻ അമേരിക്കൻസ് ഏറ്റവും അധികം കുറച്ചധികം നീണ്ടു പോകുന്നുണ്ട്. ഏറ്റവും വിജയകരമായി ഏറ്റവും അധികം വരുമാനമുള്ള ആൾക്കാരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അവർ മൈനോറിറ്റീസ് എന്ന് പറയുന്നത് മറ്റ് ദേശക്കാരെയാണ്. അതിൽ ഇന്ത്യൻ അമേരിക്കൻസ് ആണ് ഏറ്റവും മുന്നിൽ. $1,19,858 ഇന്ത്യൻ അമേരിക്കൻസിന്റെ ശരാശരി വരുമാനം. അപ്പം അവിടെയും ഇന്ത്യക്കാർ വിജയിച്ചു എന്നാണ്. അടുത്ത് നോക്കാം. ഇത് ശ്രീ അയ്യരുടെ ആണ്. ശ്രീ അയ്യർ ശ്രദ്ധിച്ചാൽ അറിയാം, ഇദ്ദേഹമാണ് നമ്മുടെ NDTV എന്ന ചാനൽ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുസ്തകം എഴുതിയതും അതേക്കുറിച്ചുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, അതായത് കടലാസ് കമ്പനികൾ വഴി ഫണ്ട് ട്രാൻസ്ഫർ നടന്നു എന്നൊക്കെ ഉള്ള ആ പുസ്തകം. അപ്പോൾ എഴുതിയിരിക്കുന്നത് മലയാളവുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ട്രൂലി കൺസേണിംഗ് ടു സീ ദാറ്റ് ആതിഫ് അസ്ലം, എ പാകിസ്ഥാനി സിംഗർ ഹു ഹാസ് ഷോൺ സിഗ്നിഫിക്കൻറ്റ് അനിമോസിറ്റി ടുവേർഡ്സ് India and people of Indian origin in the past, he is being invited to perform at the American Association of Physicians of Indian Origin. ഇത് ന്യൂയോർക്കിൽ നടക്കുന്ന ഇവൻ്റാണ്. അതിൻ്റെ മലയാള ബന്ധം എന്ന് പറയുന്നത് ഷെയ്ൻ നിഗമിൻ്റെ അടുത്ത സിനിമയിൽ പാടാൻ ധാരണയായുള്ള പോസ്റ്റ് ഷെയ്ൻ നിഗം തന്നെ പങ്കുവച്ചിരുന്നു. അതാണിത്. വളരെ ആരാധനയോടുകൂടി ആതിഫിന് സ്വാഗതം ചെയ്യുകയാണ് ഷെയ്ൻ നിഗം. ഇതേക്കുറിച്ചാണ് ശ്രീ അയ്യരുടെ പോസ്റ്റ്. ശ്രീജിത്ത് പണിക്കർ, എന്താണ് അദ്ദേഹം പറഞ്ഞത്? കർണാടകയിൽ സ്വകാര്യ മേഖലയിൽ തദ്ദേശീയർക്ക് സംവരണം നൽകാൻ സർക്കാർ തീരുമാനിച്ചപ്പോഴേക്കും നമ്മുടെ വ്യവസായ മന്ത്രി P. രാജീവിൻ്റെ പ്രസ്താവന, വരൂ കേരളത്തിൽ നിക്ഷേപിക്കൂ. രാജീവ് സാറിന് സാജനെ അറിയാമോ, ആന്തൂർ സാജനെ അറിയാമോ എന്ന് ചോദിക്കുന്നു. ആ ശ്രീനിവാസന്റെ ഫോട്ടോയും ഉണ്ട് താഴെ. അടുത്തത് നോക്കാം. സോഷ്യൽ സ്കൂപ്പിൽ create an environment that's not only financially attractive but operationally visible. AVSന്റെ ട്വീറ്റ് അല്ലെങ്കിൽ എക്സിലെ പോസ്റ്റാണിത്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പോസ്റ്റ് കാണിച്ചിരുന്നു. കേരളത്തിലേക്ക് വരൂ, കേരളത്തിലെ നിക്ഷേപത്തിന് അരങ്ങൊരുങ്ങി കഴിഞ്ഞു എന്ന് പറയുന്നതിനുള്ള ആദ്യം അതിനുള്ള സാഹചര്യം ഉണ്ടാക്കൂ, എൻവയൺമെന്റ് ഉണ്ടാക്കൂ എന്നാണ് പോസ്റ്റ്. അടുത്തത് ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ് ഇൻ ഗുജറാത്ത്. അത് വളരെ ശ്രദ്ധിക്കണം. ആ ചിത്രങ്ങൾ കണ്ടല്ലോ, അതൊക്കെ അതായത് ഓരോ മേഖലയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇത് ഈ പെട്രോളിയം, കെമിക്കൽസ്, അതുപോലെ മാർബിൾ ആൻഡ് ബിൽഡിംഗ് സ്റ്റോൺസ്, ബയോടെക് ക്ലസ്റ്റർ, കെമിക്കൽസ്, ഇതൊക്കെയാണ് വലത്തേയറ്റത്ത് കാണുന്ന ഇളം പച്ച നിറത്തിലുള്ള ആ ഒരു ക്ലസ്റ്റർ. ഇത്തരം വ്യവസായങ്ങൾ മുഴുവൻ ആ ഒരു മേഖലയിലാണ്. എന്നിട്ട് അത് സ്ഥിതി ചെയ്യുന്നത് ബോംബെയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ആ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ ഉണ്ട്, ചരക്ക് നീക്കത്തിനുള്ള ഇടനാഴിയുണ്ട്. ആ ഇടനാഴിയുടെ ഇരുവശത്തുമായിട്ടാണ് ഇത്. അതായത് ഈ വ്യവസായത്തിൽ നിന്നുള്ള ചരക്ക് നീക്കം അല്ലെങ്കിൽ അവിടേക്ക് വരുന്ന ഈ റോ മെറ്റീരിയൽസ്, ഇതിനുള്ള നീക്കത്തിന് അത് ഏറ്റവും പ്ലാൻ ചെയ്തിട്ട് മറ്റു മേഖലകൾ, മറ്റ് സെക്ടറുകൾ മറ്റൊരു പ്രദേശത്ത് തീരത്തുകൂടി അതും കൂടി ശ്രദ്ധിക്കണം. അതിൽ തന്നെ ചിത്രം ഇത് വളരെ ചെറുതായിട്ട് ഇതിൽ കാണുന്നതുകൊണ്ടാണ്
തീരത്ത് സ്ഥിതി ചെയ്യുന്നത് സോഡ ആഷ്, ഉപ്പ് അടിസ്ഥാനമാക്കിയുള്ള വ്യവസായങ്ങൾ, സിമന്റ്, സ്റ്റീൽ പൈപ്സ്, പെട്രോളിയം തുടങ്ങിയവ. അവിടെ ശ്രദ്ധിക്കേണ്ടത് 1600 കിലോമീറ്ററാണ് ആ കോസ്റ്റ് ലൈൻ, അവരുടെ തീരദേശം. 18 ക്യാപ്റ്റീവ് പോർട്ടുകളാണ് അവിടെയുള്ളത്. അപ്പോൾ അത്ര ആസൂത്രിതമായി ചെയ്തിരിക്കുകയാണ്. അടുത്തത് ജന്മഭൂമി മിഷൻ പദ്ധതി സംബന്ധിച്ചുള്ളതാണ്. യെസ്, നേരത്തെ നമ്മൾ ഈ വാർത്ത കാഴ്ചിരുന്നു. ആ വാർത്തയുടെ ട്വീറ്റ് ആണെന്ന് ജന്മഭൂമി. ജൽജീവൻ മിഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ നൽകിയ 752 കോടി വേണ്ട, ADBയിൽ നിന്ന് 2511 കോടി വായ്പ എടുക്കുന്നു. അടുത്തത് സുശീൽ ചൂരത്തിൽ. വീണ്ടും ഇതെല്ലാം കേരളത്തിലെ വ്യവസായ വളർച്ചയൊക്കെ ഉദ്ദേശിച്ചിട്ട് ഇട്ടിരിക്കുന്നതാണ്. ഓരോ സംസ്ഥാനത്തേക്കും വന്ന നിക്ഷേപത്തിന്റെ കണക്കാണത്. ഇതും അല്പം ചെറുതായി പോയി. തമിഴ്നാട് ഗെറ്റ് 7 trillion investments in months of 2024. BPCL ready to invest ₹1 trillion in Andhra Pradesh, Industries Minister ഭരത് പറയുന്നു. ആന്ധ്രയിലും തമിഴ്നാട്ടിലും വരുന്ന കോടികളുടെ നിക്ഷേപം. നമുക്കിവിടെ ഒരു ട്വീറ്റ് മാത്രമേ ഉള്ളൂ, വരൂ എന്നാവശ്യപ്പെടുന്നത്. ഇനി അതിനുള്ള മറുപടി തക്കതായിട്ട് അവിടെ തന്നെ കിട്ടുന്നുണ്ട്. പടവലത്തിന്റെ പോസ്റ്റാണ്. പിണറായി വിജയൻ നടപ്പിലാക്കിയ ഹൈക്കോടതി നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഹൈക്കോടതി നിർദ്ദേശങ്ങൾക്ക് പുല്ലുവില പോലും കൊടുക്കാത്ത ഒരു സർക്കാർ കേരളത്തിൽ വേറെ ഉണ്ടായിട്ടില്ല. സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശം അദ്ദേഹം നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നു, ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട്. അടുത്ത സ്കോളർഷിപ്പ് വരെ അടിച്ചു മാറ്റി. അടുത്ത 5 വർഷം കൂടി കൊടുത്താൽ നിയമസഭ തന്നെ അടിച്ചു മാറ്റി വിൽക്കും എന്ന് പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം. വാർത്ത CAG റിപ്പോർട്ടാണ്. സ്കോളർഷിപ്പ് ഫണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് വാങ്ങാൻ, ശമ്പളം കൊടുക്കാൻ ഒക്കെ. വിദ്യാഭ്യാസ മേഖല ഗംഭീരം എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. ഇതെന്തായാലും ഫോളോ അപ്പ് ചെയ്യേണ്ട സംഗതി വേണം. അക്ഷയ് പോസ്റ്റാണത്. എന്തൊക്കെയാ കാണുന്നതല്ലേ?